നമസ്കാരം. പ്രധാന വാർത്തകൾ. ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നത് വിലക്കി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന രാഷ്ട്രീയ പാർട്ടികൾ. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അസത്യ പ്രചാരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ തവണ നഷ്ടമായ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ. സ്ഥാനാർത്ഥി ആരെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിഷയമല്ലെന്നും പ്രതാപൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഇടതുമുന്നണി. ശബരിമലയും സൈനിക ആക്രമണവും തെരഞ്ഞെടുപ്പ് വിഷയമല്ലാതായതോടെ BJP കഷ്ടത്തിലായതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14 ജില്ലയിൽ. നാഷണൽ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുങ്ങി നാട്ടിക. തൃശൂർ നഗരത്തിലെ പൊളിച്ചിട്ട റോഡുകൾ ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നു. റോഡുകൾ അടിയന്തരമായി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ സ്ഥാപനോടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന സൂചന. കടങ്ങോട് മേഖലയിൽ CPM BJP സംഘർഷം. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നത് വിലക്കി ഹൈക്കോടതി ഉത്തരവ്. തിരുവനന്തപുരം സ്വദേശി നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഫ്ലക്സ് ബോർഡുകളുടെ ഉപയോഗം നിരോധിച്ചത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മലിനീകരണ ബോർഡിനെയും ഇലക്ഷൻ കമ്മീഷനെയും എതിർകക്ഷികളാക്കി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ വന്ന ഈ ഉത്തരവ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫ്ലക്സ് പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാകും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഫ്ലക്സ് ബോർഡുകൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത്. ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്ത പക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അസത്യപ്രചരണത്തിന് കൂച്ചുവിലങ്ങിടാൻ ഒരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സോഷ്യൽ മീഡിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ നടപടി. രാഷ്ട്രീയമായ പരസ്യങ്ങളും പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻകൂർ അനുമതി തേടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും കമ്മീഷൻ പുറത്തിറക്കി. സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്ന മുഴുവൻ പരസ്യങ്ങളും പരിശോധിക്കണമെന്നും നിയമവിരുദ്ധമായ പരസ്യങ്ങളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ സൈറ്റുകളിൽ നിന്ന് ഉടൻ നീക്കണമെന്നും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ എന്നിവയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കുന്നതിനായി ഗ്രീവൻസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾക്കും പ്രചാരണത്തിനും പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെലവാക്കുന്ന തുക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയിൽ ഉൾപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയും കർശന നടപടിയെടുക്കും. വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ ചിത്രങ്ങൾ പ്രൊഫൈൽ പിക്ചറായോ പോസ്റ്ററുകളിലോ പതിപ്പിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളതിനാൽ ഗ്രൂപ്പ് അഡ്മിന്മാർ അംഗങ്ങളോട് അനാവശ്യ രാഷ്ട്രീയ മെസ്സേജുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകി വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. തൃശൂർ ജില്ലാ ഭരണകൂടം 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി. ഇതിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ TV അനുപമയുടെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെ യോഗം കളക്ട്രേറ്റിൽ ചേർന്നു. എല്ലാം കുറ്റമറ്റ രീതിയിലാക്കാൻ നോഡൽ ഓഫീസർമാർ ടീമായി പ്രവർത്തിക്കുകയും ഓരോ നോഡൽ ഓഫീസറുടെയും കീഴിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ടീമുണ്ടാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ MDC പ്രവർത്തനം ആരംഭിച്ചു. MDC പ്രവർത്തനങ്ങൾക്കായി സ്ക്വാഡുകൾ രൂപീകരിച്ചു. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിലവിലുള്ള 18 നോഡൽ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ TV അനുപമ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ സർക്കാർ ഓഫീസ് പരിസരത്തെ പോസ്റ്ററുകളും ബാനറുകളും മാറ്റാൻ സമയം നിശ്ചയിച്ചിരുന്നു. അനുമതിയില്ലാത്ത സ്വകാര്യ ഇടങ്ങളിലേത് അടുത്ത 24 മണിക്കൂറിനകം നീക്കം ചെയ്യേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ തവണ നഷ്ടമായ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ.
സ്ഥാനാർത്ഥി ആരെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിഷയമല്ല. തൃശൂർ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. തൃശൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൈതൃകവും പാരമ്പര്യമുള്ള ഹെഡ്ക്വാർട്ടറാണ്. ആ ഹെഡ്ക്വാർട്ടർ ഇടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിനെ ഹെഡ്ക്വാർട്ടറാക്കി മാറ്റും. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ദേശീയ നേതാക്കന്മാരും എല്ലാവരും തൃശ്ശൂർ വരും. 3 പാർലമെന്റ് സീറ്റിലും ഞങ്ങൾ ഇത്തവണ വിൻ ചെയ്യും. തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുമെന്നായിരുന്നു മറുപടി. തൂപ്പുകാരന്റെ ജോലി ചെയ്യാൻ പാർട്ടി പറഞ്ഞാൽ അതും ചെയ്യുമെന്ന് ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കി. തൃശൂർ, ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് പ്രസിഡന്റുമാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കുമുള്ള പരിശീലനം നൽകിക്കഴിഞ്ഞതായും പ്രതാപൻ പറഞ്ഞു. ടി.സി.വി ന്യൂസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി ഇടതുമുന്നണി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 15-നും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ബുധനാഴ്ചയും അറിയാനാകും. തൃശൂർ, ആലത്തൂർ, ചാലക്കുടി മണ്ഡല കൺവെൻഷനുകൾ ചൊവ്വാഴ്ച പൂർത്തിയാക്കി. പ്രചാരണ പരിപാടികളുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലാണ് പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി. അതേസമയം കോൺഗ്രസും ബി.ജെ.പിയും സ്ഥാനാർത്ഥികൾക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. സ്ഥാനാർത്ഥികളായില്ലെങ്കിലും കോൺഗ്രസും ബി.ജെ.പിയും ചുവരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14-ന് കേരളത്തിലെത്തുന്നതോടെ ഇക്കാര്യത്തിൽ ധാരണയായേക്കും. അതേസമയം ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയവും നീളുകയാണ്. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം പൂർത്തിയാക്കി ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തൃശൂർ സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. ആലത്തൂർ ബി.ഡി.ജെ.എസിന് നൽകുന്നതിൽ എതിർപ്പില്ലെന്നാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടി.സി.വി. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. ശബരിമലയും സൈനിക ആക്രമണവും തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതോടെ ബി.ജെ.പി. കഷ്ടത്തിലായതായി സി.പി.ഐ. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. എൽ.ഡി.എഫ്. തൃശൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിക്കെതിരെയുള്ള വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ സഖ്യം രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സഖ്യവും രൂപീകരിച്ചിട്ടില്ല. പ്രളയത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും ബജറ്റിൽ നീക്കിവച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെ ചോദ്യം ചെയ്യാനുള്ള അവസരമായി ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണണം. കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ അനുവദിക്കില്ലെന്നും കാനം ചൂണ്ടിക്കാട്ടി. ഇലക്ഷൻ കമ്മീഷൻ 2 ദിവസമായി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. യുദ്ധത്തെക്കുറിച്ചോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചില്ല എന്നാണ്. ഇന്നലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ശബരിമലയെക്കുറിച്ചും സുപ്രീം കോടതി വിധിയെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇനി ബി.ജെ.പി. എന്തു പറയും എന്നതാണ് ഏറ്റവും പ്രധാനമായ. സി.പി.എം. ജില്ലാ സെക്രട്ടറി എം വർഗീസ് അധ്യക്ഷനായിരുന്നു. സി.പി.ഐ. ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്, സി.പി.എം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, സി.എൻ. ജയദേവൻ എം.പി, തൃശൂർ മണ്ഡലം എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, മന്ത്രി വി.എസ്. സുനിൽകുമാർ, മുൻമന്ത്രി കെ.പി. രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ
സന്ദർശനത്തിന് മുന്നോടിയായി SPG ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവലോകന യോഗം ചേർന്നു. അഡീഷണൽ IG വിമൽ പവാറിന്റെ നേതൃത്വത്തിൽ യശ്പാൽ സിംഗ്, പ്രദീപ് പാണ്ഡെ എന്നിവർ ഉൾപ്പെട്ട SPG ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ ഫിഷർമെൻ പാർലമെന്റ് നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ ആരംഭിക്കുന്ന ഫിഷർമെൻ പാർലമെന്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ചെയർമാൻ TN പ്രതാപനാണ് നയിക്കുക. വ്യാഴാഴ്ച പുലർച്ചെയോടെ രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് രാവിലെ 10-ന് അദ്ദേഹം റോഡ് മാർഗം TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തും. വേദിയടക്കമുള്ള സ്റ്റേഡിയത്തിന്റെ ക്രമീകരണങ്ങൾ SPG അഡീഷണൽ IG വിമൽ പവാർ വിലയിരുത്തി. റൂറൽ SP വിജയകുമാരൻ, DYSP PC ഹരിദാസ്, വലപ്പാട് SHO മുഹമ്മദ് K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് ജോസഫ് ടാച്ചറ്റ് ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സ്റ്റേഡിയത്തിന് പുറത്ത് സന്ദർശകരെ ഒഴിവാക്കും. സമ്മേളനത്തിന് ശേഷം നാട്ടിക ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും. തൃശൂർ നഗരത്തിലെ പൊളിച്ചിട്ട റോഡുകൾ അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ ഹൈറോഡിൽ പ്രതിഷേധ ധർണ നടത്തി. കൗൺസിലിനകത്തും പുറത്തും നിരവധി തവണ പ്രതിപക്ഷ കൗൺസിലർമാർ റോഡുകൾ ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിരുന്നു. റോഡുകൾ പൊളിച്ചിട്ട് മാസങ്ങളായിട്ടും ടാർ ചെയ്യാനുള്ള ഒരു നടപടിയും കോർപ്പറേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. രൂക്ഷമായ പൊടിശല്യം മൂലം പൊതുജനം ബുദ്ധിമുട്ടുകയാണ്. റോഡുകൾ ടാർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് നടപടിയോ ടെൻഡർ നടപടികളോ പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് MK മുകുന്ദൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ A പ്രസാദ്, സുബി ബാബു, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. റോഡുകൾ അടിയന്തരമായി റീടാർ ചെയ്തില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ സ്ഥാപന ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഷമീന കോംപ്ലക്സിലെ 1-ാം നിലയിലെ ഡെന്റൽ സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റോയൽ ഡെന്റൽ സ്റ്റുഡിയോ ഉടമ വടക്കാഞ്ചേരി മുള്ളൂർക്കര സ്വദേശി 32 വയസ്സുള്ള ബിനു, ജീവനക്കാരി ഗോവ സ്വദേശിനി 20 വയസ്സുള്ള പൂജ എന്നിവരാണ് മരിച്ചത്. ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇരുവരും സ്ഥാപനത്തിൽ എത്തിയതായാണ് വിവരം. ഇവർ വന്ന മാരുതി കാർ കെട്ടിടത്തിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇരുവരെയും അവശനിലയിൽ കണ്ടെത്തിയിട്ടും മറ്റുള്ളവരെ വിവരം അറിയിക്കാതിരുന്ന ജീവനക്കാരനെ പോലീസ് ചോദ്യം ചെയ്തു. കമ്മീഷണർ യതീഷ് ചന്ദ്ര, തൃശൂർ ACP VK രാജു, നെടുപുഴ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാസങ്ങൾക്ക് മുൻപ് തൃശൂരിൽ സമാനമായ രീതിയിൽ സ്ത്രീയെയും പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കടങ്ങോട് മേഖലയിൽ CPM-BJP സംഘർഷം. CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇരുവിഭാഗവും നടത്തിയ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് BJP പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ CPM പ്രവർത്തകരായ കടങ്ങോട് സ്വാമിപ്പടി മുള്ളത്തുപറമ്പിൽ സത്യൻ, രാധാസദനത്തിൽ പ്രജോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സത്യന് കാലിലും പ്രജോദിന്റെ തലയിലുമാണ് വെട്ടേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ BJP പ്രവർത്തകനായ കടങ്ങോട് തെക്കുമുറി മുല്ലപ്പള്ളിയിൽ തലപ്പള്ളി വീട്ടിൽ അഭിനാഷിനാണ് പരിക്കേറ്റത്. മർദ്ദനമേറ്റ അഭിനാഷിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് ആദ്യം സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡിൽ എഴുതുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. തിങ്കളാഴ്ച രാവിലെയും ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനിടയിൽ സംഘം ചേർന്നെത്തിയ BJP പ്രവർത്തകർ സ്വാമിപ്പടി സെന്ററിലുള്ള CPM ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഫ്ലക്സും തല്ലി തകർത്തു. CPM പ്രവർത്തകൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലും BJP പ്രവർത്തകർ അടിച്ചു തകർത്തതായി പരാതിയുണ്ട്. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ്, സബ് ഇൻസ്പെക്ടർ റിൻസൺ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘർഷ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഓട്ടോ ടാക്സിയിൽ നിന്ന് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പുത്തൻപീടിക വാളമുക്ക് നെടുന്തടത്ത് വീട്ടിൽ ഷിബിയുടെ മകൻ 6 വയസ്സുകാരൻ ധനുഷാണ് മരിച്ചത്. പഴുവിൽ ഗോകുലം സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. സ്കൂൾ വിട്ട ശേഷം ഓട്ടോ ടാക്സിയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ പെരിങ്ങോട്ടുകര സോമശേഖര നഗറിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയുടെ വാതിൽ തുറന്ന് വിദ്യാർത്ഥി തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ദേശീയപാത 66 പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപം ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ ചെറായി പള്ളിപ്പുറം സ്വദേശി തെന്നിശ്ശേരി വീട്ടിൽ സ്റ്റെഫിൻ, ലെനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനമ്പത്തു നിന്നും കുന്നംകുളത്തേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാനും ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറുഭരണിക്ക് കൊടികയറി. ചരിത്രപ്രസിദ്ധമായ മീനഭരണി ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ചെറുഭരണി എന്ന കുംഭഭരണി കൊടിയേറ്റം. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ഉണ്ണിച്ചക്കനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാല ധരിച്ച മലയൻ തട്ടാൻ ഉണ്ണിച്ചക്കനും സംഘവും രാവിലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി. ഇതേസമയം ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. 3 വട്ടം ക്ഷേത്രത്തെ വലം വെച്ച ശേഷം വടക്കേനടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ഉണ്ണിച്ചക്കൻ ദേവിയെ തൊഴുതതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടിയുയർന്നു. മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നതോടെ ഭരണി ആഘോഷത്തിന് തുടക്കമാകും. അശ്വതി നാളിലെ സവിശേഷമായ തൃച്ചന്ദന ചാർത്ത് പൂജയും കാവ് തീണ്ടലുമാണ് ഭരണിയാഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടി ദേവിക്ക് വരിയരി പായസം നിവേദിക്കുന്നതോടെ മീനഭരണിയാഘോഷം സമാപിക്കും. കാളിദാരിക യുദ്ധമാണ് ഭരണിയാഘോഷത്തിന് നിദാനമെന്നാണ് വിശ്വാസം. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 100 കണക്കിന് കോമരങ്ങളും 10,000-കണക്കിന് ഭക്തരും ഭരണിയാഘോഷത്തിൽ പങ്കെടുക്കാനെത്തും. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. കാട്ടൂരിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കഞ്ചാവ് സഹിതം തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. കാട്ടൂർ പൊന്നങ്ങത്ത് വീട്ടിൽ അക്ഷയാണ് പിടിയിലായത്. ബൈക്കിൽ കടത്തുകയായിരുന്ന 50 ഗ്രാം കഞ്ചാവ് സഹിതമാണ് അക്ഷയ് പിടിയിലായത്. ചെറുപൊതികളിലാക്കി വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി. മറ്റൊരു കേസിൽ 25 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് പെരിങ്ങോട്ടുകരയിൽ നിന്നും കളത്തിപ്പറമ്പ് വീട്ടിൽ ഇർഫാനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ S ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ VA ഉമ്മർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൾ ജബ്ബാർ, V സന്തോഷ്, VM സ്മിബിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രശസ്തമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് വേല ആവേശമായി. വേലൂർ ദേശം കുതിരയ്ക്ക് തല കൊളുത്തിയതോടെയാണ് കുതിരവേലയ്ക്ക് ആരംഭമായത്. ഭരണി വേലയായ തിങ്കളാഴ്ച വിശേഷാൽ പൂജകളും നടക്കൽ പറയും നടന്നു. അശ്വതി വേലയിൽ കാവ് കയറിയ വേലൂർ ദേശക്കുതിരയെയും അയ്യപ്പൻകാവ് കുതിരയെയും മണിമലർക്കാവ് ക്ഷേത്രക്കുതിരയെയും ആചാരപ്രകാരം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ആനയിച്ചു. തുടർന്ന് ദേശക്കുതിരകളും വിവിധ സമുദായ കുതിരകളും കുട്ടിക്കുതിരകളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വരവാരംഭിച്ചു. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തി. തുടർന്ന് ഭക്തർ ദേവിക്ക് അരിപ്പറ സമർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഭഗവതിക്ക് ഉപചാരം ചൊല്ലി കുതിരകൾ ദേശങ്ങളിലേക്ക് മടങ്ങുന്നതോടെ ഈ വർഷത്തെ കുതിരവേലയ്ക്ക് സമാപനമാകും. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുതിരവേലയുടെ പ്രധാന ആകർഷണമാണ് തിരിക്കുതിരകൾ. തച്ചുശാസ്ത്ര വൈദഗ്ധ്യവും സൗന്ദര്യ സുഹൃതങ്ങളും ഒത്തുചേർന്ന കുതിരകൾ ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചയിലും വേറിട്ട് നിൽക്കുന്നവയാണ്.
ആയിരങ്ങൾ സാക്ഷിയാകുന്ന കുതിരവേലയ്ക്ക് വിവിധതരം കുതിരകളെയാണ് അണിനിരത്തുന്നത്. ഭഗവതി കുതിരകളും പെട്ടിക്കുതിരകളും തിരിക്കുതിരകളുമായി വിവിധ ദേശക്കാർ കുതിരവേലയ്ക്ക് എത്തുന്നതോടെയാണ് ക്ഷേത്രാങ്കണം ഉത്സവലഹരിയിലാകുന്നത്. ഇതിലെ പ്രധാന ആകർഷണമായ തിരിക്കുതിരകളുമായി വേലയിൽ പങ്കെടുക്കുന്നത് വെങ്ങിലശ്ശേരി അമ്പലക്കുതിരയും വേലൂർ ദേശക്കുതിരയുമാണ്. അച്ചുതണ്ടിൽ തിരിയുന്ന ഘടനയുള്ള കുതിരകളെ അന്നത്തെ കഴിവ് തെളിയിച്ച തച്ചന്മാരാണ് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ തച്ചന്മാർക്ക് മുഖ്യ പങ്കാണുള്ളത്. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിൽ 11 അടി ചതുര പലകയിലാണ് കുതിരയുടെ അച്ചുതണ്ട്. അതിൽ 4 മരചക്രങ്ങളിലാണ് കുതിര കറങ്ങുന്നത്. തണ്ടുകളിൽ 4 അടിയോളം ഉയരത്തിലുള്ള തടികളിലാണ് കുതിരയും 5 പടയാളികളും പാലാഴി മദനം, നൃത്തം ചെയ്യുന്ന നർത്തകിമാർ, പല്ലക്കിൽ സഞ്ചരിക്കുന്ന റാണി, പുഷ്പങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ ചുറ്റുഗോപുരം എന്നിവ തീർത്തിരിക്കുന്നത്. കിടക്കുന്ന രൂപത്തിലുള്ള കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. കുതിരത്തല, കുതിരക്കാലുകൾ, ആഭരണയാടകൾ എന്നിവയ്ക്ക് നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. നിർമ്മാണത്തിൽ കാലപ്പഴക്കം ചെന്നവ മാറ്റിയെങ്കിലും ചുറ്റുഗോപുരവും ചിത്രപ്പണി കഴിഞ്ഞ മരത്തിലുള്ള കുതിരത്തലയും ഇന്നും ജീവസുറ്റവയാണ്. കനം കുറഞ്ഞ മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുമേൽ പട്ടു ചുറ്റി തുന്നിച്ചേർക്കുന്നതാണ് ആദ്യഘട്ടം. പട്ടു ചുറ്റുന്നതിനുള്ള അവകാശം ദേശത്തെ പെരുവണ്ണാന്മാർക്കാണ്. തലയാട്ടുകയും തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിലുള്ള തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രം സ്വന്തമാണ്. മറ്റു ദേശങ്ങളിലെ കുതിരവേലകളിലെ കുതിരകളേക്കാൾ ശില്പചാരുതയും രൂപഭംഗിയും മണിമലർക്കാവിലെ പൊയ്ക്കുതിരകൾക്ക് വേറിട്ടു നിൽക്കുന്നത് പഴയകാല തച്ചുശാസ്ത്രത്തിന്റെ പരിപൂർണത കൊണ്ടും മാത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരിക്കുതിരകൾ ശാസ്ത്രമേഖലയിൽ മുന്നിട്ടു നിൽക്കുന്ന പുതുതലമുറയ്ക്കു മുന്നിൽ ഇന്നും അത്ഭുതം തന്നെയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാട്ടൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിക്കുന്ന ക്യാമ്പ് കണ്ടെത്തി. 50-ലധികം തൊഴിലാളികളെയാണ് ശുചിമുറികൾ പോലുമില്ലാതെ താമസിപ്പിച്ചിരുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. മാവേലി സ്റ്റോറിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിയുന്നതും കത്തിക്കുന്നതുമായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മാലിന്യം ശരിയായി സംസ്കരിക്കാൻ വേണ്ട നടപടിയെടുക്കാൻ കടയുടമകൾക്ക് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റോയ്, വിൽഫ്രഡ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഴകിൻ്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദരന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. ശിവസുന്ദരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ആരാധകർ ഗജവീരന്റെ ഓർമ്മദിനം ആചരിച്ചത്. വർണ്ണനകൾക്കതീതമായി അഴകിന്റെ ആനരൂപമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ. ആനച്ചന്തത്തിന്റെ അവസാന വാക്ക്, പൂരനഗരിയുടെ അഭിമാനം, ഉത്സവപ്പറമ്പുകളിൽ മിന്നിത്തിളങ്ങിയ ഗജരാജച്ചന്തം. അളവിനേക്കാൾ ഉപരിയായി അഴകുകൊണ്ടും ശാന്തത കൊണ്ടും വലിയ ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയവൻ. കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്നെത്തി ഉത്സവ കേരളത്തിലെ പ്രിയങ്കരനായി മാറിയ ഗജസൗകുമാര്യം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രൗഢിയും അന്തസ്സും തലയെടുപ്പുമായിരുന്ന പൂരനായകൻ തുടങ്ങി വിശേഷണങ്ങളേറെയായിരുന്നു തിരുവമ്പാടി ശിവസുന്ദറിന്. എരണ്ടക്കെട്ടിനെ തുടർന്ന് 2018 മാർച്ച് 11 ആരാധകരുടെ പ്രിയപ്പെട്ട ശിവൻ വിട പറഞ്ഞത്. ശിവസുന്ദറിന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ പൂരനാടിന്റെയും ആരാധകരുടെയും പൂരപ്രേമികളുടെയും നൊമ്പരം ഇപ്പോഴും തീരാവേദനയായി. തികച്ചും ആകസ്മികമായിട്ട് ഞങ്ങളെ എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് മാസം 11 തീയതി 67 ദിവസത്തെ എരണ്ടക്കെട്ടിന് ശേഷം 65-ാം ദിവസം ഒരു ആനയെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ആന ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇന്നും ആ വേദന ഞങ്ങൾക്ക് മറക്കാനാകുന്നില്ല. 28 വർഷം തിരുവമ്പാടിയുടെ തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ ചരിഞ്ഞതോടെ ഒഴിഞ്ഞുകിടന്ന സിംഹാസനത്തിലേക്കായിരുന്നു ശിവസുന്ദർ തലയെടുപ്പോടെ കടന്നു വന്നത്. വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർ മേനോൻ 2003 ഫെബ്രുവരി 15 തിരുവമ്പാടി കണ്ണനു മുമ്പിൽ നടക്കിയിരുത്തിയ ശിവസുന്ദർ 15 വർഷം തൃശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ പൂരനായകനായി നിറഞ്ഞു നിന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എനിക്ക് ഏൽക്കുന്ന രണ്ടാമത്തെ ഒരു കനത്ത ദുഃഖമാണ്. കാരണം ഞാൻ രണ്ടും എൻ്റെ മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെ ഞാൻ നോക്കിയിരുന്ന ആനകളാണ് ശിവസുന്ദരും ഒരു അടിയാട്ടയ്യപ്പനും. ഒരു വർഷത്തിനിടയിലാണ് ഈ 2 ആനകളും എരണ്ടകെട്ട് എന്ന മാരക രോഗത്താൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഉത്സവപ്പറമ്പുകളിൽ ഉദിച്ചു നിന്ന ഈ ഗജവീര സൂര്യതേജസ്സിന്റെ വിടവാങ്ങൽ ആനകേരളത്തിന് തീരാ നഷ്ടമാണ്. അഴകിന്റെ തമ്പുരാൻ എന്ന മാതംഗ ഇതിഹാസം ആനപ്രേമികളുടെ മനസ്സിൽ ഒളിമങ്ങാതെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ്. TCV ന്യൂസ്, തൃശൂർ.
ഗജവീരൻ തിരുവമ്പാടി ശിവസുന്ദരനെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ അനുസ്മരിച്ചു. 1ാം സ്മൃതി ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ പി ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. നാട്ടിലെ ആനകളും അവയുടെ ഭാവിയും എന്ന വിഷയത്തിൽ ഡോക്ടർ PS ഈസ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ആർട്ടിസ്റ്റ് രാജൻ വരച്ച ശിവസുന്ദരന്റെ ഫോട്ടോ വ്യവസായ പ്രമുഖൻ ഡോക്ടർ TA സുന്ദരമേനോന് സമ്മാനിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി, ഡോക്ടർ TA സുന്ദരമേനോൻ എന്നിവർ സംസാരിച്ചു. കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി. കടുത്ത ചൂടിൽ വെന്തുരുകി ജില്ല. വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നു. 36.3 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ശനിയാഴ്ച തൃശൂരിൽ രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം ഇനിയുമേറും. 2017 39.7 ഡിഗ്രി എന്ന റെക്കോർഡ് ചൂട് തൃശൂരിൽ രേഖപ്പെടുത്തിയിരുന്നു. 37 വർഷത്തിനുള്ളിലെ കൂടിയ താപനിലയാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഇത്തവണയും കൊടും ചൂടിന്റെ നാളുകളാണ് ജില്ലയിൽ വരാനിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. വേനൽ മഴയും അകന്നു നിൽക്കുകയാണ്. ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗവും കുത്തനെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൈദ്യുതി ഉപഭോഗം ഏറെ ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ മാർച്ചിൽ തന്നെ വൈദ്യുതിയുടെ ഉപഭോഗം ഏറി. ചൂട് കനത്തതോടെ ഫാനും AC-യും ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു. പരീക്ഷാ തെരഞ്ഞെടുപ്പ് കാലമായതോടെ വൈദ്യുതി ഉപഭോഗം ഇനിയും ഉയരും. പരീക്ഷാ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ലോഡ് ഷെഡിങ്ങിനുള്ള സാധ്യത കുറവാണ്. വൈദ്യുതി ഉപഭോഗം കൂടുന്നതോടെ സംസ്ഥാനം കൂടിയ വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടിയും വരും. ഡാമുകളിലെ ജലനിരപ്പും ആശാവഹമല്ല. വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള പെരിങ്ങൽ, ലോവർ പെരിയാർ ഡാമുകളിൽ സംഭരണശേഷിയുടെ 28% മാത്രം വെള്ളമാണുള്ളത്. TCV തൃശൂർ. കലാഭവൻ മണിയുടെ വാഹനങ്ങൾ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മണിയുടെ സഹോദരൻ RLB രാമകൃഷ്ണൻ. ഫേസ്ബുക്കിലാണ് രാമകൃഷ്ണൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. മണിയുടെ വാഹനങ്ങൾ ആരും നോക്കാനില്ലാതെ നശിച്ചു പോകുകയാണെന്നും അവ ലേലത്തിന് വെക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നിരുന്നു. മണി മൂത്ത സഹോദരന്റെ മകന് വാങ്ങിക്കൊടുത്ത ഓട്ടോറിക്ഷയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഉപയോഗശൂന്യമായതായിരുന്നു. പാടി മണിയുടെ സ്മാരകമാക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഇതിൻ്റെയെല്ലാം ഉടമസ്ഥാവകാശം ഉള്ളവരാണെന്നും രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ട്രെയിൻ യാത്രികനായിരുന്ന ലൂയിസ് മാസ്റ്ററുടെ അനുസ്മരണത്തിന് വേദിയായി വേണാട് എക്സ്പ്രസ്. ട്രെയിനിൽ ഷൊർണൂർ വരെ യാത്ര ഒരുക്കിയാണ് ലൂയിസ് മാസ്റ്ററുടെ അനുസ്മരണം സഹയാത്രികർ വേറിട്ടതാക്കിയത്. വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ മറികടക്കാൻ ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരിക്കാരനായ ലൂയിസ് മാസ്റ്റർ കണ്ടെത്തിയ അതേ വഴി തന്നെയാണ് അദ്ദേഹത്തിന്റെ 3ാം അനുസ്മരണത്തിനായി സുഹൃത്തുക്കൾ കണ്ടെത്തിയത്. ലൂയിസ് മാസ്റ്ററുടെ ഓർമ്മകളും പേറി തൃശൂരിൽ നിന്നും ഷൊർണൂർ വരെ നടത്തിയ യാത്രയാണ് അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയായത്. സൗഹൃദം സമ്പാദ്യമാക്കാനായി, വാർദ്ധക്യം ആഘോഷമാക്കാനായി ട്രെയിൻ യാത്ര നടത്തിയിരുന്ന ലൂയിസ് മാസ്റ്ററുടെ ആദ്യ 2 അനുസ്മരണ ചടങ്ങുകളും സാഹിത്യ അക്കാദമിയിലാണ് ഒരുക്കിയിരുന്നത്. ലൂയിസ് മാസ്റ്ററുടെ കുടുംബാംഗങ്ങളും സഹയാത്രികരുമടക്കമുള്ള 35ഓളം പേരാണ് 3ാം അനുസ്മരണ യാത്രയിൽ പങ്കെടുത്തത്. ട്രെയിൻ എന്ന വിഷയം ആസ്പദമാക്കി കുട്ടികൾ യാത്രയ്ക്കിടെ ചിത്രങ്ങൾ വരച്ചു. ചിത്രകലാ അധ്യാപകനും കലോത്സവം സ്കെച്ചസിലൂടെ ശ്രദ്ധേയനുമായ PS ഗോപി മാസ്റ്ററും ഡിസൈനറായ ജോമോൻ തട്ടിലും വേറിട്ട ട്രെയിൻ യാത്ര വരകളിലൂടെ ആവിഷ്കരിച്ചു. ഷൊർണൂരിൽ ഉച്ചഭക്ഷണം പങ്കിട്ട ശേഷം എല്ലാവരും ഒന്നുചേർന്ന് ഒരു കമ്പാർട്ട്മെന്റിൽ മാഷയെക്കുറിച്ച് ഓർമ്മകളും യാത്രയുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ഔപചാരികതയുടെ ഭാരമില്ലാതെ യാത്രയ്ക്കെത്തിയ എല്ലാവരും സ്നേഹവും സൗഹൃദവും വിളമ്പി. ചിത്രം വരച്ച കുരുന്നുകൾക്ക് ലൂയിസ് മാസ്റ്ററുടെ ജീവിതം അവതരിപ്പിച്ച സീസൺ ടിക്കറ്റ് എന്ന പുസ്തകവും കളർ പെൻസിലുകളും സമ്മാനിച്ചു. ലൂയിസ് മാസ്റ്ററുടെ നവതിയാഘോഷം ട്രെയിനിൽ ആഘോഷിച്ചതിന് സമാനമായി ഷൊർണൂരിൽ നിന്നും പാട്ടും കളിച്ചിരികളുമായി അവർ തൃശൂരിൽ തിരികെ എത്തി. മറക്കാനാകാത്ത ഓർമ്മകളും ഒരു പിടി പുത്തൻ സൗഹൃദങ്ങളുമായി. TCV ന്യൂസ് തൃശൂർ. എടമുട്ടം പാലപ്പെട്ടിയിൽ ആനയടഞ്ഞതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയോടനുബന്ധിച്ചുള്ള താലാഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഏറ്റുമാനൂർ ശങ്കരൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കയറ്റാൻ പാപ്പാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആനയടഞ്ഞത്.
ലോറി കുത്തിമറിച്ചിടാൻ ശ്രമിച്ച ആന സമീപത്തുണ്ടായിരുന്ന സൈക്കിൾ എടുത്തെറിഞ്ഞു. തുടർന്ന് ദേശീയപാതയിൽ കയറി നിന്ന ആനയെ പാപ്പാന്മാർ ചേർന്ന് തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 1.5 മണിക്കൂറോളം ദേശീയപാതയിൽ കുറുമ്പ് കാട്ടി നിന്ന ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി ക്യാപ്ചർ ബെൽറ്റിട്ടാണ് തളച്ചത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ചരക്ക് വാഹനം തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചവക്കട്ടയ്ക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗൗരിശങ്കർ ജംഗ്ഷൻ പരിസരത്ത് വെച്ച് ട്രാക്ക് തെറ്റിയ വാഹനം ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. തലക്കോട്ടുകരയിൽ ആൾതാമസമില്ലാത്ത വീട് കത്തിനശിച്ചു. തലക്കോട്ടുകര സ്വദേശി അർജുനന്റെ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. വീടിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെയാണ് വീടിനുള്ളിൽ നിന്ന് തീ കണ്ടത്. നാട്ടുകാരും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ഫയർ ഓഫീസർ വൈശാഖ്, ലീഡിംഗ് ഫയർമാൻ രതീഷ് ചന്ദ്രൻ, സുജിത്, സൂരജ്, ശിവൻ, അനീഷ്, മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. സപ്തവർണ്ണ ബിൽഡേഴ്സിന്റെ സൗജന്യ ദാഹജല വിതരണ പദ്ധതിക്ക് തൃശൂരിൽ തുടക്കമായി. കനത്ത വേനലിൽ വെയിലേറ്റു വലയുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് സപ്തവർണ്ണ ബിൽഡേഴ്സ് സൗജന്യ മൊബൈൽ ദാഹജല പദ്ധതിയുമായി രംഗത്തെത്തിയത്. 2 വാഹനങ്ങളിലായി തൃശൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് സൗജന്യ ശുദ്ധജല വിതരണം നടത്തുന്നത്. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മേയർ അജിത വിജയൻ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, കൗൺസിലർമാരായ A പ്രസാദ്, ഫ്രാൻസിസ് ചാലിശ്ശേരി, ജോർജ് ചാണ്ടി, അനൂപ് ഡേവിസ് കാട, സപ്തവർണ്ണ ബിൽഡേഴ്സ് MD K മധുസൂദനൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവി സാൻലി പോൾ, ലയൺസ് ക്ലബ് PRO ജെയിംസ് വളപ്പില തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡ്, ശക്തൻ, വടക്കേ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് രാവിലെ 10:30 മുതൽ വൈകിട്ട് 6 വരെയാണ് ജനങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകുക. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നേരത്തെ സപ്തവർണ്ണ ബിൽഡേഴ്സ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും ചെയ്തു നൽകിയിരുന്നു. സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KM കുട്ടമണി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് MS ഷിബു മോൻ, രാജൻ ചാരൂപ്പാറ, ജോയിന്റ് സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തൃശൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് അപ്പു വെന്നിക്കലിന് സമാദരണവും ചിത്രപ്രദർശനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൗരാവലി ജനറൽ സെക്രട്ടറി MC തൈക്കാട് അധ്യക്ഷനായിരുന്നു. ശില്പി VK രാജൻ, ഷാജി നെല്ലായി, ആൻഡോ തുറയൻ, KN ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നത് വിലക്കി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന രാഷ്ട്രീയ പാർട്ടികൾ. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അസത്യ പ്രചരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ തവണ നഷ്ടമായ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്ന DCC പ്രസിഡന്റ് TN പ്രതാപൻ. സ്ഥാനാർത്ഥി ആരെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിഷയമല്ലെന്നും പ്രതാപൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഇടതുമുന്നണി. ശബരിമലയും സൈനിക ആക്രമണവും തെരഞ്ഞെടുപ്പ് വിഷയമല്ലാതായതോടെ BJP കഷ്ടത്തിലായതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14 ജില്ലയിൽ. നാഷണൽ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനൊരുങ്ങി നാട്ടിക. തൃശൂർ നഗരത്തിലെ പൊളിച്ചിട്ട റോഡുകൾ ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നു. റോഡുകൾ അടിയന്തരമായി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. ശക്തൻ സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ സ്ഥാപന ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന സൂചന. കടങ്ങോട് മേഖലയിൽ CPM BJP സംഘർഷം. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന പോലീസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.